നമസ്കാരം. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോടുള്ള പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ മരണം 8 40ഓളം പേർക്ക് പൊള്ളലേറ്റതായാണ് പ്രാഥമിക വിവരം. വെടിക്കെട്ടിന്റെ പ്രധാന ചുമതലക്കാരനും ലൈസൻസിയുമായി മുണ്ടത്തിക്കോട് സതീശനും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട്. പരിക്കേറ്റ 15 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇതിൽ 6 പേരുടെ നില അതീവ ഗുരുതരമാണ്. സമീപത്തുള്ള കൃഷിസ്ഥലത്ത് വന്നതാണ്. വാഹനത്തിലാണ് വന്നത്. സ്ഫോടനമുണ്ടായതിന് പിന്നാലെ വാഹനം ശരിക്കും കുലുങ്ങിപ്പോയി. വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇതുണ്ടായത്. വണ്ടി ശരിക്കും കുലുങ്ങുകയാണ് എന്ന്. ഒരു ഫോർച്യൂണർ വണ്ടി കുലുങ്ങുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭയാനകമാണെന്ന് അറിയാമല്ലോ എന്നാണ് ഒരു പ്രദേശവാസി ദൃക്സാക്ഷി മാധ്യമങ്ങളോട് പറഞ്ഞത്. ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ഇതിനായി സർക്കാർ സംവിധാനങ്ങളെ ആകെ സജ്ജമാക്കണമെന്ന് അദ്ദേഹം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സേവനം തേടാനും നിർദ്ദേശമുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യവകുപ്പ്, റവന്യൂ, ദുരന്ത നിവാരണ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു. ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. കിലോമീറ്ററുകൾ ദൂരേക്ക് പ്രകമ്പനം കൊണ്ട സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലും സ്ഫോടനങ്ങൾ തുടരുകയാണ്. ഇത് പരിഭ്രാന്തി പരത്തുന്നുണ്ട്. കരിമരുന്നുശാല പൂർണ്ണമായും തകർന്നു. അപകടം നടന്ന സ്ഥലത്തേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതായതിനാൽ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് സമീപത്തെ മതിൽ തകർത്താണ് അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തി തീയണച്ചത്. തൃശൂർ പൂരത്തിനായി വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പുരയിൽ 15 മിനിറ്റ് മുൻപ് ഭീകരമായ സ്ഫോടനവും ഉണ്ടായി. ഭൂമി കുലുങ്ങുന്നതിന് തുല്യമായ ഉഗ്രശബ്ദത്തോടെ 2 തവണയാണ് സ്ഫോടനം സംഭവിച്ചത്. പൂരത്തിന്റെ വെടിക്കെട്ടിനുള്ള മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. പ്രദേശവാസികൾ ഒന്നടങ്കം സ്ഥലത്തേക്ക് ഓടിയെത്തിയെങ്കിലും ഇപ്പോഴും പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ ആർക്കും അടുത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പാടത്ത് മുഴുവനും പടക്കങ്ങൾ തെറിച്ചു വീണ് പൊട്ടുന്ന അതീവ ഭീകരമായ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ അടക്കമുള്ള ആളുകൾ നമ്മളോടത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് വഴി അതീവ ഇടുങ്ങിയതാണ്. ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് സംഭവസ്ഥലത്തേക്ക് എത്തുന്നതിനായി സമീപത്തെ മതിലടക്കം തകർക്കേണ്ടി വന്നു. എന്നാലും അതിഭീകരമായ അവസ്ഥയാണുള്ളത്. ഉഗ്രസ്ഫോടനത്തിന് ശേഷം അവശിഷ്ടങ്ങൾക്കിടയിൽ പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. പടക്കശാല ഉണ്ടായിരുന്ന പലരും ഓടി രക്ഷപ്പെട്ടെങ്കിലും സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും തീപ്പൊള്ളലാണ്, അതായത് സ്ഫോടനമുണ്ടായുള്ള പൊള്ളലാണ്. ഇതിന്റെ ആഘാതം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതീവ ഗുരുതരമാണ്. എന്തായാലും മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ള നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. അതിലും 8 പേരാണ് തൃശ്ശൂർ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചിരിക്കുന്നത്. 40-ലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ ഇനി അത് അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്, കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 6ഓളം ആളുകൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. 15ഓളം ആളുകളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട്.